സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ആന്റി ചായ കുടിക്കേ. ഹർഷ നീ കുടിക്കേ. എനിക്കിപ്പോ വേണ്ട. നീ ഇങ്ങനെ ചായ പോലും കുടിക്കാതിരുന്നാൽ എങ്ങനെയാ ഹർഷേ? ഒറ്റ ദിവസം കൊണ്ടൊരു കോലമായി. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ലേ ഇവള്. ഞാനിടയ്ക്ക് ഉണർന്ന് എല്ലാം നോക്കി. അപ്പോഴെല്ലാം ഹർഷ ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. അതുകൊണ്ടുകൂടി ഈ ക്ഷീണം എങ്ങനെ കൂടുന്നത്. ഇന്നലെ ഓപ്പറേഷൻ നടത്തുമെന്ന് ഞാൻ കരുതിയത്. ഇതിങ്ങനെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ആരായാലും ടെൻഷനാവും, ക്ഷീണവും വരും. രവി ഡോക്ടറോട് സംസാരിച്ചായിരുന്നോ? ഒന്നും ചോദിച്ചില്ല. എപ്പോ ചോദിച്ചാലും പറയാം സമയാവട്ടെ എന്നൊക്കെയാ അവര് പറയുന്നത്. എന്തോ കുഴപ്പമുണ്ട്, മനസ്സിന് വല്ലാതെ പേടി തോന്നുക. അതൊക്കെ ആവശ്യമില്ലാതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടിയിട്ടുണ്ടാവുന്ന. വെറുതെ കിടന്ന് ചിന്തിക്കാൻ തുടങ്ങിയാലേ ഒരു അന്തവും ഇല്ലാതെ അതങ്ങ് പോവും. ഈ സമയത്ത് അതൊന്നും ചെയ്യരുത്. കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കണം. ആരോഗ്യമുള്ള കുഞ്ഞുണ്ടാവുമെന്ന് വിശ്വസിക്കേ. പറ്റാവുന്ന അത്രയും സന്തോഷമായിട്ടിരിക്കേ. അങ്ങനെയല്ല ആന്റി, ഇപ്പൊ കുഞ്ഞിന്റെ അനക്കം പോലും അറിയാൻ പറ്റുന്നില്ല. അതാ എനിക്ക് ടെൻഷൻ കൂടുന്നേ. അയ്യോ, കുഞ്ഞിനെ അനക്കില്ലെന്നോ? ഞാൻ ഡോക്ടറെ വിളിക്കാം. നിങ്ങൾ ഇങ്ങനെ പേടിക്കാതെ. നമ്മളിപ്പോ വേറെ എവിടെയല്ലല്ലോ, ആശുപത്രി തന്നെയല്ലേ. ഹർഷ ഇപ്പൊ പറയുന്ന പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഡോക്ടർക്ക് മനസ്സിലാവാതിരിക്കുവോ? ഇന്നലെ തന്നെ എന്തോരം ടെസ്റ്റുകളാ ചെയ്തത്. ശരിയാ, ചിലപ്പോ ആന്റി പറഞ്ഞതുപോലെ എനിക്കങ്ങനെ തോന്നിയതാവും. എന്നാലും നമ്മൾ ഡോക്ടറോടൊന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. അവര് തിരക്കിനിടയിൽ ഇത് ശ്രദ്ധിക്കാതെയോ മറ്റോ പോയതാണെങ്കിൽ എന്ത് ചെയ്യും? എത്ര നാളത്തെ പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും ഒടുവിലാണ് ഒരു കുഞ്ഞിനെ കിട്ടാൻ പോകുന്നതെന്ന് ആന്റിക്ക് അറിയാലോ. അതൊക്കെ ശരിയാ. ആദ്യമായിട്ടാവുമ്പോ ഇങ്ങനെ പേടിയും വെപ്രാളും ഒക്കെ ആർക്കായാലും ഉണ്ടാവും. പക്ഷെ രവി പറയും പോലെ ഡോക്ടർ ഒന്നും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്നില്ല. അവർക്ക് ഇതൊക്കെ നിത്യതൊഴിലല്ലേ. എന്നും ഏതൊക്കെ തരത്തിലുള്ള സംഭവങ്ങൾ കാണുന്നതാ. ഒരാളെ കാണുമ്പോഴും തൊട്ട് നോക്കുമ്പോഴും ഒക്കെ അവർക്ക് എല്ലാം അറിയാൻ സാധിക്കും. ഏതായാലും ഡോക്ടർ ഇപ്പോൾ റൗണ്ട്സിന് വരുമ്പോ ഹർഷയുടെ ടെൻഷൻ നമുക്ക് ഡോക്ടറോട് പറയാം. ഡോക്ടർ ഇന്നലെ രവിയോട് പറഞ്ഞല്ലോ, ഈ സമയത്ത് രവി കൂടി ഇങ്ങനെ പേടിക്കാതെ ഹർഷയ്ക്ക് ധൈര്യം കൊടുക്കണോന്ന്. എന്താ ഇത്? പെണ്ണുങ്ങൾക്കേ ഈ സമയത്തൊരു പേടിയും വെപ്രാളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കുഞ്ഞ് ജനിച്ച അതിന്റെ മുഖം ഒന്ന് കാണുമ്പോ മാറും. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഞാനും പ്രസവിച്ചല്ലേ, എനിക്കറിയില്ലേ. പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. അതെ, ഇക്കാലത്ത് പെമ്പിള്ളേര് ബസ്സിലും ട്രെയിനിലും എയർപ്ലെയിനിലും വരെ പ്രസവിച്ചൊന്ന് വാർത്ത കേൾക്കാറില്ലേ? ഞാനും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതാ? ഈ പ്രസവം എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമായതുകൊണ്ടല്ലേ. നമ്മളെ വെറുതെ ഓരോന്നൊക്കെ ഓർത്ത് പേടിക്കാൻ നിന്നാ അതിനേ സമയം ഉണ്ടാവൂ. ധൈര്യമായിട്ടിരിക്കും, കുഴപ്പമുണ്ടാവില്ല. ഡോക്ടർ ഇപ്പൊ വരുമല്ലോ, നമുക്ക് ചോദിക്കാം. വേസ്റ്റ് മണത്തിട്ട് ഈ കിച്ചണിലോട്ട് കേറാൻ പറ്റുന്നില്ലല്ലോ. ഇതാരും ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയത്? ഇത് അവളുടെ പണി തന്നെയാ. അനു, അനു, അനു. ചേച്ചിയുടെ കുളിയൊക്കെ കഴിഞ്ഞോ? അച്ഛൻ രാവിലെ എഴുന്നേറ്റ് പാലും മറ്റും വാങ്ങിക്കാൻ പോയിരിക്കുക. അച്ഛൻ പാല് കൊണ്ടുവന്നിട്ട് അടുക്കളയിൽ കയറാന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. അതിന് മനുഷ്യന്മാർക്ക് അതിനകത്ത് കേറാൻ പറ്റുമോ അനു? ഇന്നലെ കഴിച്ചതിന്റെ വേസ്റ്റ് മുഴുവൻ അവിടെ കൂട്ടിയിട്ടിരിക്കുക. വേസ്റ്റോ? എവിടെ? വാ, ഞാൻ കാണിച്ചു തരാം. വാ, വന്ന് നോക്ക്. വാ വാ ഇങ്ങോട്ട്. ചേച്ചി ദേ നോക്ക്. നീയല്ലേ ഇന്നലെ ഇവിടെ അത്താഴം ഉണ്ടാക്കിയത്? അത് കഴിഞ്ഞിട്ട് ആരാ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചത്? ഞാൻ അച്ഛനും രഘുവേട്ടനും കഞ്ഞി ഉണ്ടാക്കി കൊടുത്തതേ ഉള്ളൂ ചേച്ചി. ബാക്കിയുള്ളവരൊക്കെ പുറത്തുനിന്ന് ആഹാരം വാങ്ങിച്ചോണ്ട് വന്ന് കഴിക്കായിരുന്നു. എനിക്ക് തോന്നി. കണ്ട ചിക്കനും ബീഫും ഒക്കെ മൂക്ക് മുട്ട തിന്നിട്ട്
ദേ അതിന്റെ വേസ്റ്റ് മുഴുവൻ ദേ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുക. വൃത്തിയും വെടുപ്പില്ലാത്ത ജന്മങ്ങള്. ഓ പോട്ടെ, രാത്രി വെളിയിൽ കൊണ്ടേ കളയാൻ പറ്റാത്തോണ്ടായിരിക്കും. ദേ അതിന് പറ്റാത്തവരെ ഇതൊന്നും വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വരരുത്. വെളിയിൽ പോയിട്ട് വാങ്ങിച്ചു കഴിക്കണം. കഴിച്ചതിന്റെ ബാക്കി തോന്നിയതുപോലെ ഇടാനേ ഇത് ലോഡ്ജൊന്നും അല്ല, വീടാ. ഞാൻ ഈ വീട് എങ്ങനെയാ സൂക്ഷിക്കുന്നതെന്ന് നിനക്കറിയാലോ. എനിക്കൊക്കെ അറിയാൻ ചേച്ചി, ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്ക്. തൽക്കാലം ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്തോളാം. ഡേ നീ അതിൽ തൊട്ടു പോരുത്. രാവിലെ എഴുന്നേറ്റ് കുളിയും കഴിഞ്ഞിട്ടേ നീ എന്തിനാ കണ്ടവരുടെ വേസ്റ്റ് ഒക്കെ എടുക്കാൻ പോന്നേ? ഇതാരാണോ ഇവിടെ കൊണ്ടുവന്നിട്ടത് അവര് തന്നെ വന്ന് എടുത്ത് മാറ്റട്ടെ. അതെനിക്ക് അറിയാം. കാണിച്ചു തരാം. ചേച്ചി ചേച്ചി അമ്പിളി ചേച്ചി 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 അവര് ഉറങ്ങാ, വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ചിരു ദേ ശോ. ഓ എടി മൂക്കറ്റം തിന്നിട്ട് മൂട്ടിലെ വെയിൽ അടിക്കുന്നത് വരെ കിടന്നുറങ്ങിക്കോ. നീയൊക്കെ നിന്റെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പോയിട്ട് ഇതാണോ ഇവിടെ പഠിച്ചത്? അതോ ഇവിടെ നിങ്ങൾക്ക് എന്തോ ആവാന്നാണോ? എന്താ ചേച്ചി, എടി. എന്താ എന്തു പറ്റി? സമയം ഒരുപാടൊന്നും ആയില്ലല്ലോ. ഞാൻ എഴുന്നേറ്റ് വരാൻ തുടങ്ങുമായിരുന്നു. ഇവളെന്താ സുഖവാസ കേന്ദ്രത്തിൽ വന്നതാണോ? നീയൊരു ഗർഭിണിയാണെന്ന് വിചാരിക്കാം. ഇവിടെ എന്ത് ഭാവിച്ചാ? എന്റെ അമ്പിളി ചേച്ചി, ചേച്ചി കാര്യം എന്താന്ന് പറ. ദയ കുറച്ചു സമയം കൂടെ ഉറങ്ങിയെന്ന് വെച്ച് ഇവിടെ എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കാനില്ലടി. നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഭർത്താവിന്റെ വീട് നന്നായാ മതിയല്ലോ. ഈ വീട് വൃത്തിയായിട്ട് നാറിയാലേ നിങ്ങൾക്ക് എന്താ? പക്ഷേ പഞ്ചരത്ന വീടിനകത്ത് വേസ്റ്റ് സൂക്ഷിക്കാനേ ഞാൻ ആരെയും സമ്മതിക്കില്ല. അത്ര പരിശുദ്ധമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന വീടാ ഇത്. ഓ, ഇന്നലെ രാത്രി ഞങ്ങൾ ആഹാരം കഴിച്ചതിന്റെ വേസ്റ്റ് പുറത്തു കൊണ്ട് കളയാൻ ഞാൻ ദയെ ഏൽപ്പിച്ചതാണല്ലോ. അവളത് കളഞ്ഞില്ലേ ചേച്ചി? നീ വന്ന് നോക്കടി. നാറ്റം കാരണം കിച്ചണിൽ കാലെടുത്ത് വെക്കാൻ പറ്റുന്നില്ല. ഇവളെന്ത് പണിയായി കാണിച്ചേ? പോട്ടെ ചേച്ചി, ഞാൻ വന്നത് ക്ലീൻ ചെയ്യാം. ചേച്ചി വാ. നിക്ക് നീ ദേ കൂടെ വിളിക്ക് ചേരൂ. നിനക്ക് വയ്യാതിരിക്കുമ്പോ അവൾ അത് ചെയ്യണ്ടേ? അതിന് ദയ നല്ല ഉറക്കമല്ലേ ചേച്ചി? ഉറക്കത്തിൽ വിളിച്ച അവൾക്ക് ഇഷ്ടമാവില്ല. അവളുടെ ഇഷ്ടത്തിനല്ല ബാക്കിയുള്ളവര്. നീ പേടിച്ചാ മതി അവളെ, എനിക്ക് പേടിയില്ല. എടി എഴുന്നേൽക്കടി. ചേച്ചി ചേച്ചി നിങ്ങൾ വന്നേ. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ലേ? എടി മതിയടി ഉറങ്ങിയത്. അയ്യോ, എഴുന്നേറ്റ് വന്ന് ഇന്നലെ കഴിച്ച ഫുഡിന്റെ വേസ്റ്റ് എടുത്ത് വെച്ച് അടുക്കള ക്ലീൻ ചെയ്ത് വെക്ക്. എന്താ ചീരു ചേച്ചി ഇതൊക്കെ? ഞാൻ മാത്രമാണോ ഇന്നലെ ഫുഡ് കഴിച്ചത്? എനിക്കിപ്പോ ഒന്നിനും വയ്യ. ഞാൻ കുറച്ചു നേരം കൂടെ ഒന്ന് ഉറങ്ങട്ടെ. എടി